10 ജൂതരെ സ്വന്തം കൈകൊണ്ട് കൊന്നുവെന്ന് ഉപ്പയെ വിളിച്ചു പറഞ്ഞ് ആർമാദിച്ച മഹ്മൂദ് അഫാനയെ യാത്രയാക്കിയ ശേഷം നെതന്യാഹുവിൻ്റെ വിറപ്പിക്കുന്ന വാക്കുകൾ. ജൂതനെ തൊടുന്നവർ ഭസ്മം. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 83-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ എന്ന ജനതയെ മുച്ചൂടും മുടിച്ച് ഇല്ലാതാക്കണമെന്ന് സ്വപ്നം കണ്ട് അതിനായി മനപ്പായസം കുടിച്ച് നടക്കുന്നവരായിരുന്നു ഹമാസും അവരുടെ മെന്റർമാരും. എന്നാൽ കൊല്ലണമെന്നും കൊന്നെന്നും ഇസ്രായേലിനെ തകർത്തുന്നുമൊക്കെ മേനി പുലമ്പി രംഗത്ത് വന്നവർക്കൊക്കെ അത്തരം പൊങ്ങച്ചം പുലമ്പി വായടക്കുന്നതിന് മുമ്പ് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നുള്ള കനത്ത പ്രഹരം മർമ്മത്ത് തന്നെ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറി ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനും കൂട്ടക്കൊലയ്ക്കുമിടെ താൻ 10 ജൂതരെ കൊന്നെന്ന് വീട്ടിലേക്ക് വിളിച്ച് വീമ്പിളക്കിയ ഹമാസ് ഭീകരനായ മഹ്മൂദ് അഫ്നൈദർ അൽ ബലാഹിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 10 ജൂതന്മാരെ കൊന്ന് കൊല വിളിച്ച് ജൂത നിഗ്രഹത്തിൽ ഏകനായി റെക്കോർഡിട്ടെന്ന് വീമ്പിളക്കിയ മഹ്മൂദ് അഫാനെ ഇസ്ലാമിക തീവ്രവാദികൾ വലിയ ഹീറോ പരിവേഷം നൽകി ഡെക്കറേറ്റ് ചെയ്ത് നടക്കുന്നതിനിടയിലാണ് ഇനി ഒരിക്കലും ഒരു യഹൂദനെ കൊന്നെന്ന് വീമ്പിളക്കുവാൻ ആരുടെ നാക്ക് പൊങ്ങാത്ത പരുവത്തിൽ എന്നേക്കുമായി ഇസ്രായേൽ അത് നിശ്ചലമാക്കിയത്. ഹമാസിന്റെ നുക്ബ സേനയിലെ അംഗമായിരുന്ന കൊല്ലപ്പെട്ട അഫാന ഒക്ടോബർ 7 താൻ നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് ആവർത്തിച്ച് വീമ്പിളക്കുന്ന ശബ്ദരേഖ അയാൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ വീണ്ടും വൈറലായിരിക്കുകയാണ്. ഹലോ يابا ابا انا قاعد بكلمك من جوبا بسيم. افتح الواتس تبع قول له وام شوف كيف القتله، شوف كيف قتلت بيدي يابا، ابنك قتل يهود. هاي دخلت بسيم يابا. الله اكبر، ربنا يحميك يا رب، ربنا يحميك يا رب، ربنا يحميك يا رب. بكلمك من جوال يهوديه قتلتها وقتلت جوزها. الله اكبر، الله اكبر ولله الحمد، الله اكبر ولله الحمد. മഹ്മൂദ് അഫാന ജൂതരെ തന്റെ കൈകൊണ്ട് കൊന്നതിന്റെ ആത്മസംതൃപ്തിയിൽ തന്റെ വീട്ടിലേക്ക് വിളിച്ച് ഉപ്പയോട് നടത്തിയ പൊങ്ങച്ച ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടുകയും പിന്നീട് അത് കയ്യിൽ കിട്ടിയ അന്നത്തെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയായിരുന്ന എലി കോഹൻ ഓൺലൈനിൽ പങ്കുവെക്കുകയുമായിരുന്നു. ഞാനൊരു ജൂത സ്ത്രീയുടെ ഫോണിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്നും ഞാൻ അവളെയും അവളുടെ ഭർത്താവിനെയും കൊന്നെന്നും സ്വന്തം കൈ കൊണ്ട് 10 യഹൂദരെ കൊന്നെന്നും തള്ളിമറിച്ച മഹ്മൂദിനോട് അവൻ്റെ ഉപ്പ, മകനെ ദൈവം നിന്നെ സംരക്ഷിക്കട്ടെ, ദൈവം നിന്നെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരട്ടെ എന്ന് സന്തോഷാധിക്യത്താൽ കണ്ഠമിടറി പ്രഖ്യാപിക്കുന്നതും ശബ്ദരേഖയിൽ വ്യക്തമായി കേൾക്കാം. അഫാനയുടെ ഓരോ തള്ളലിനും അല്ലാഹു അക്ബർ എന്ന് മറുഭാഗത്തു നിന്നും ആർത്തു വിളിക്കുന്നതും ആ ഫോൺ സംഭാഷണത്തിൽ കൃത്യമായി കേൾക്കാം. ഇസ്രായേലിന്റെ ആക്രമണത്തെക്കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ 7 കൂട്ടക്കൊലയിൽ നിർണായക പങ്കുവഹിച്ച നുക്ബാബ് തീവ്രവാദികളെ ഞങ്ങൾ ഇല്ലാതാക്കുകയാണ്. മാതാപിതാക്കളെ വിളിച്ച് 10 ഇസ്രായേലികളെ വ്യക്തിപരമായി കൊലപ്പെടുത്തിയതിൽ അഭിമാനിച്ച് ശപിക്കപ്പെട്ട തീവ്രവാദിയെയും ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്നായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇപ്പോൾ ഞങ്ങൾ കുടുംബത്തെ വിളിച്ച് ഈ തീവ്രവാദിയെ ഇല്ലാതാക്കിയതായി അറിയിച്ചു. എല്ലാവരിലേക്കും ഞങ്ങൾ എത്തിച്ചേരുമെന്നതിൻ്റെ വ്യക്തമായ സന്ദേശമാണെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. തങ്ങളൊരു ജാതിയോ ജനതയോ ആയിരിക്കരുതെന്ന നിർബന്ധവും ശാഠ്യവും നിമിത്തം ഒളിഞ്ഞും തെളിഞ്ഞും തങ്ങളെ ആയുധമെടുത്ത് ആക്രമിക്കുന്നവരെയും നാവ് ആയുധമാക്കി ആക്രമിക്കുന്നവരെയും കൃത്യമായി സ്കെച്ച് ചെയ്താണ് ഇസ്രായേൽ നീങ്ങുന്നതെന്ന് തലയ്ക്കകത്ത് മത തീവ്രവാദമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഹമാസന്മാർക്ക് അതറിയില്ല. ആരെയും ദ്രോഹിക്കാതെ സ്വന്തം കാര്യം നോക്കി ഒതുങ്ങി ജീവിക്കുന്ന യഹൂദന്റെ മുതുക്കത്തേക്ക് കയറിയിട്ട് ഹീറോയായി വിലസാമെന്ന മണ്ണിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു ഇസ്ലാമിക തീവ്രവാദി കരുതിയാൽ അവന്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. 10 ഇസ്രായേലരെ കൊന്നെന്ന് വീമ്പിളക്കിയവൻ 10 സെക്കൻഡിൽ തീരുന്നത് കാണുമ്പോൾ ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്നത് കേവലം തിരിച്ചടിയല്ല, കൃത്യമായി സ്കെച്ചിട്ട് നടത്തുന്ന ടെർമിനേഷൻ തന്നെയാണ്. ഇസ്രായേൽ ഒരു ജനതയായിരിക്കാതെ അവരെ മുടിച്ചു കളയുവാൻ നടത്തിയ ദുരാലോചനകളുടെ ഈറ്റിലമായ ഗാസ ഇപ്പോൾ ഇസ്രായേൽ പൊടിച്ച് ധൂളിയാക്കി പറപ്പിക്കുകയാണ്. ഗാസയിൽ മാത്രമല്ല, ലോകത്തൊരിടത്തും ഈ ഹമാസ് ഇനി ഉണ്ടാകില്ല.